നിശാഗന്ധിയിൽ 4000-ഓളം ആളുകൾ മാത്രം പങ്കെടുക്കേണ്ടുന്ന ഒരു പരിപാടിയിൽ 20,000-ഓളം ചെറുപ്പക്കാർ ഒഴുകിയെത്തിയത്. വേടന്റെ ഒരു ബോർഡ് കണ്ടാൽ ആളുകൾ കൂടുന്ന, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കൂടുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. പോലീസുകാർ ആ പരിപാടി തന്നെ ഒഴിവാക്കി. ആലോചിക്കണം, രാഷ്ട്രീയ സംഘടനകൾ, സാംസ്കാരിക സംഘടനകളൊക്കെ ഒരു പരിപാടി നടത്തിയാൽ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഒത്തുകൂടാത്തിടത്താണ് പ്രതീക്ഷിച്ചതിൽ 4 ഇരട്ടി ആളുകൾ ആ ചെറുപ്പക്കാരന്റെ പരിപാടിക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ തലമുറയെ അയാളിലേക്ക് ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ട്. അതിനെ ഈ സർക്കാർ ഭയപ്പെടുന്നു. വേടൻ വെറുതെ പാടിപ്പോവുകയല്ല, അയാൾ അരാഷ്ട്രീയവാദം പ്രസംഗിക്കുകയല്ല. അയാൾ പറയുന്ന ഓരോ പോയിന്റിലും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അത് മ്യാൻമാറിനെ പറ്റി പറയുമ്പോഴും, അത് ഇസ്രയേലിനെ പറ്റി പറയുമ്പോഴും, അത് ഫലസ്തീനെ പറ്റി പറയുമ്പോഴും, ശ്രീലങ്കയെ പറ്റി പറയുമ്പോഴും, അയാൾക്ക് ആമസോണിലും അതുപോലെ തന്നെ മഞ്ഞുമലയിലും കൃത്യമായ രാഷ്ട്രീയം അയാളുടേതായിട്ടുണ്ട്. ആസിഫയെ പറ്റി പറയുമ്പോഴും, അയൽ കുർദിയെ പറ്റി പറയുമ്പോഴും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യം. അദ്ദേഹം പറയുന്ന വാക്കുകളിലെല്ലാം പ്രസക്തമാണ്. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മകൾക്ക് സർക്കാർ കൊടുക്കുന്ന സപ്പോർട്ടും, നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മകൾക്ക് നീതിന്യായ വ്യവസ്ഥ